എന്റെ അമ്മേ. ചേട്ടാ, ഈ പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ വീട് ഏതാ? ആരാ? പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ വീട് ഇതുവഴി നേരെ പോയാ മതി. ഈ വഴിയെന്ന് അവസാനിക്കുന്നിടത്ത് കൊള്ളാവുന്ന ഒറ്റ വീടേ ഉള്ളൂ. അത് കുറുപ്പിന്റെ തറവാടാ. നിങ്ങള് ഓ, കണ്ടാൽ അറിഞ്ഞൂടെ കുറുപ്പിന്റെ മോളെ പെണ്ണ് കാണാൻ വന്നവരാണെന്ന്? അല്ലേ? അതെ. നന്നായി. അച്യുത കുറുപ്പ് ഒരു കരിവീരനാണെങ്കിൽ ആ കരിവീരന്റെ നെറ്റിയെ ചാർത്തുന്ന നെറ്റിപ്പെട്ടവാ മോൾ. കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടി ഈ ദേശത്ത് വേറെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷേ ആ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുക. സത്യമാണോ? സത്യനല്ല പ്രേംനസീർ. എന്താണ് ഈ കേൾക്കുന്നത്? അപ്പളേ ചേട്ടന്മാരെ ഒന്നവിടെ നിന്നേ. പോയിട്ട് വരെ പണിയുണ്ട് മാഷേ. നമ്മൾ തൊഴിയാനാ. എന്താണ് ഇത്? എല്ലാം ഗുലുമാലായല്ലോ. എടാ തെണ്ടി, എടാ പെണ്ണിന്റെ വീട് പോലും അറിയാതെ ഞങ്ങളെ ഇവിടെ വട്ടം കറക്കിയിട്ട് ഗർഭിണിയായ ഒരു പെണ്ണിനാണോ എന്റെ ചെറുക്കിന് വേണ്ടി ഇത് അതെ, ആൾക്കാർ അതും ഇതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ കുറുപ്പിന്റെ വീട് വരെ പോയി നോക്കാം. ഗർഭിണിയാണെങ്കിൽ നേരിട്ട് കാണാലോ. അതെ സാ, ഇനിയെല്ലാം നമുക്ക് വയറ് നോക്കിട്ട് തീരുമാനിക്കാം. പണ്ടേ ആനയുണ്ടായിരുന്ന തറവാടാ എലിഫന്റ്. ഒവ്വ, പോരുന്ന വഴിക്ക് നാട്ടുകാർ ആനയുടെ നെറ്റിപ്പെട്ടതിന്റെ ഒക്കെ കഥ വിസ്തരിക്കുമല്ലോ. കുട്ടിയെ ഒന്ന് വിളിക്കുക. ഗംഗേ, മോളെ വിളിക്ക്. ലേശം വീർത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്മാവനുണ്ടെന്ന് പറഞ്ഞാലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാലില്ല. ഭാസ്കരൻ നായർ എന്താ ഈ പറയുന്നത്? ഉണ്ടോ അതോ ഇല്ലയോ? ചെറുക്കന്റെ അച്ഛന്റെ തീരുമാനമല്ലേ പ്രധാനം. എന്താ ഭാസ്കര നിന്റെ അഭിപ്രായം? അതിന് ഞാൻ എന്ത് പറയാനാ? ഇവനല്ലേ പറയേണ്ടത്. അവനോട് ചോദിക്കാം. എന്താടാ, ഉണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എന്ന് വെച്ചാ അതിപ്പോ അച്ഛാ പരിശോധിക്കാതെ ഒന്നും തീർത്തങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ. കെട്ടാൻ പോകുന്ന പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത നീയൊക്കെ എങ്ങനെയാടാ ഒരു കുടുംബമായിട്ട് കഴിയാൻ പോകുന്നത്? ഗർഭോ? അതെ, ഗർഭം. കുറിപ്പ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു. ഈ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണത്രേ. ആ പറഞ്ഞവന്മാരുടെ ഒക്കെ പെമ്പിള്ളേരെ അമ്മയാകാൻ പോണത്. അച്ഛൻ എന്തിനാ ഇവരോട് വെറുതെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ പ്രഗ്നന്റ് ആയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അപ്പു. അവൻ അമ്മയില്ല, മരിച്ചുപോയി. അവന്റെ അമ്മ അവനാ എന്റെ തീരുമാനം. കുട്ടിയുടെ അമ്മയാവുക പറയുമ്പോ ദത്തെടുക്കാനാ പ്ലാൻ? താൻ എന്ത് മണ്ടനാടോ? എന്തിനാ ദത്തെടുക്കണേ? ആ കുട്ടിയുടെ അച്ഛനെ കല്യാണം കഴിച്ചാ പോരെ? കറക്റ്റ്. അപ്പൊ പോവാ. കറക്റ്റാ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു രണ്ടാം കെട്ടുകാരുടെ മോളെ കെട്ടിച്ചൊരുക്കേണ്ട ഗതികേടൊന്നും പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ പൊണ്ടായിട്ടില്ലടി. അങ്ങനെ എന്തെങ്കിലും ഗതികേട് വന്ന എന്റെ മുതലാളി കൊടിയ വിഷവും കഴിച്ച് ഈ കഴുക്കൊലി കെട്ടിത്തൂക്കി ചാവും, അറിയാവോ? എടോ, അച്ഛൻ വെറുതെ കണ്ടശോഭം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചന്ദ്രേട്ടനെ അല്ലാതെ വേറൊരാളെ കെട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാ. ചന്ദ്രൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പോട്ടെ, പക്ഷെ അവന് നിന്നേക്കാളും പ്രായമില്ലേ കുഞ്ഞ്? ഉണ്ട്. ആ ബോധം ഉള്ളതുകൊണ്ടാണല്ലോ ഇതുവരെ ചന്ദ്രേട്ടൻ എന്റെ പ്രേമത്തിന് പച്ചക്കൊടി കാണിക്കുന്നത്. എന്ന് കരുതി അത് സമ്മതിച്ചേരാനൊന്നും ഞാൻ ഒരുക്കമല്ല. അച്ഛൻ എന്ത് പറയുന്നു അതാ എന്റെയും തീരുമാനം. എന്നാ പെണ്ണ് കാണാൻ വരുന്നവർക്ക് ചായം പലഹാരങ്ങളും ഉണ്ടാക്കി അമ്മയുടെ കൈ കഴിക്കുള്ളൂ. ഇതിപ്പോ നാട്ടുകാർ പറഞ്ഞവരറിഞ്ഞു. ഇനി വരാൻ പോണവരോടൊക്കെ ഞാനാ പറയാൻ പോണേ. എങ്ങനെ കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് ഇവിടെ ഇരിക്കും? അത് വെറുതെ. എന്തെങ്കിലും ഒരിക്കൽ ചന്ദ്രേട്ടൻ എന്റെ മനസ്സിൽ തിരിച്ചറിയും. അന്നാ സെക്കൻഡ് പാമ ഈ വീട് വിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെറും കൈയോടെ പോകുന്ന ആരും വിചാരിക്കണ്ട. എനിക്കായി വാങ്ങി വെച്ച സകല സ്വർണവും കൊണ്ടേ ഞാൻ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോളെ 2 വളയെങ്കിലും ഇവിടെ വച്ചിട്ട് പോണേ. എന്റെ മുതലാളിക്ക് പിന്നെ പണയെങ്കിലും വെച്ച് ജീവിക്കാവല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്. പോകുന്ന വഴിക്ക് ചെറിയൊരു കാര്യമുണ്ടേ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, പറയാം. വെപ്രാളമൊന്നുമില്ല. ചേട്ടാ, അതാ ഞാൻ പറഞ്ഞിട്ടോടാ അധികം കല്യാണം മുടക്കാൻ വേണ്ടി പെണ്ണ് തന്നെ പണം തരുന്നത് ആദ്യമാ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ കാണാരേട്ടാ. അയ്യോ, എനിക്കറിയാം മക്കളെ. ഓ, അപ്പൊ നീ എതിരെ ഏർപ്പാടാക്കിയതല്ലേ? പിന്നല്ലാതെ.
എങ്ങനെയുണ്ട് മോളെ ചെറുക്കൻ? കൊള്ളാമോ? കൊള്ളാം. ചെറുക്കന്റെ വീട്ടുകാർക്ക് കൊള്ളാം. അതെന്താ? അതിപ്പോ അങ്ങനെയാ. വിശദമായിട്ട് ഞാൻ ചേച്ചിക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പോട്ടെ. ഇന്നേ ഞങ്ങളുടെ സ്കൂളിൽ സൈക്ലിംഗ് മത്സരം നടക്കുന്ന ദിവസാ. നീ വാ. അപ്പോഴല്ലേ നമ്മുടെ സ്കൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കേറ്. എന്തോന്ന് നോക്കുന്നേ? എന്താ പടവലങ്ങായും മുരിങ്ങക്കായും മാത്രമേ ഉള്ളൂ. കുമ്പളങ്ങയുണ്ട്. വെളി കാണുന്നില്ലല്ലോ. അപ്പു രണ്ടു വാക്ക് സംസാരിക്കൂ. ഒന്നും എന്റെ കഴിവല്ല, എന്റെ അച്ഛനാണ് എന്റെ ഇൻസ്പിറേഷൻ. ഈ ചാമ്പ്യൻഷിപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും അച്ഛൻ അവകാശപ്പെട്ടതാണ്. അപ്പുവിന്റെ അച്ഛൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്കൊന്ന് വരണം. ഇല്ല, അച്ഛൻ വന്നിട്ടില്ല. ചന്ദ്രന് 100 കൂട്ടം തിരക്കുകളാ സാറേ. തിങ്കളാഴ്ച കൃഷിപ്പണിയാണെങ്കിൽ ചൊവ്വാഴ്ച നാട്ടുവൈദ്യം, ബുധനാഴ്ച തടിമില്ല്, വ്യാഴാഴ്ച ചിട്ടി, വെള്ളിയാഴ്ച ക്ഷേത്ര കമ്മിറ്റി, പിന്നെ ശനി ഞായറും പഞ്ചായത്ത് ഭരണവും. ഇന്ന് തിങ്കളാഴ്ച. അതെ, കൃഷിപ്പണിയായിരിക്കും. നെല്ലുവയൽ മണ്ണിട്ട് നികത്താനുള്ള സ്ഥലത്തെ പ്രമുഖനും പൊതുകാര്യ പ്രസക്തനുമായ ചന്ദ്രൻപിള്ളയുടെ തീരുമാനത്തിനെതിരെ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക പ്രതിഷേധ ജാഥയാണ് കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ രഹസ്യമായി ചെയ്യുന്ന കർമ്മം തീയതി നിശ്ചയിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുമാണ് ചന്ദ്രൻപിള്ള നടത്താൻ തീരുമാനിച്ചത്. തികച്ചും പ്രകോപനപരമായ ചന്ദ്രൻപിള്ളയുടെ വെല്ലുവിളിക്കെതിരെ കർഷക പ്രതിഷേധം അലയടിക്കുകയാണ്. പോലീസ് സംരക്ഷണമുണ്ടെങ്കിലും എന്ത് സംഭവിക്കാവുന്ന സ്ഥിതിയാണ് സ്ഥലത്ത് സംജാതമായിരിക്കുന്നത്. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. എന്താ പ്രശ്നം? എവിടാ നിന്റെ ചന്ദ്രൻ? ചന്ദ്രേട്ടാ, സമരക്കാരെത്തി. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി 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 ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. മിസ്റ്റർ ചന്ദ്രൻ, അങ്ങോട്ട് പോകണ്ട. അവരാകെ വയലിലായിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയാ ഈ പാടത്ത് ചോര വീഴും. എന്റെ സാറേ, ചന്ദ്രൻപിള്ള ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം അന്നുമില്ല, ഇന്നുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവൂല്ല. ജയബാല സാറിനെ കൊണ്ടാക്ക്. ചന്ദ്രൻ പിള്ളേ ചന്ദ്രൻ പിള്ളേ ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. നമസ്കാരം. ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ, ചന്ദ്രൻ പിള്ള കയ്യൂരെന്ന് കേട്ടിട്ടുണ്ട്. കയ്യൂക്കെന്ന് കേട്ടിട്ടുണ്ട്. പുന്നപ്ര വയലാർ. അയ്യോയ്യോയ്യോ, എത്ര വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ. പരിഹസിക്കേണ്ട. ഓഹോ. കൃഷിഭൂമി നികത്താൻ പാടില്ലെന്ന നിയമം. ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? ആളെ പരിഹസിക്കുക? അയ്യോ അല്ല സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്ന ഒരു പാടമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി. കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാനാളില്ല, വിത്ത് വിതയ്ക്കാനാളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമോട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ നീ കൊടി പിടിച്ച് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നികത്തുന്ന നോട്ടീസ് അടിച്ചിറക്കിയത്? അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്.
നേരെ ചൊവ്വയെ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ആവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിലം നികത്തൊന്ന് നോട്ടീസ് അടിച്ചാൽ നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷിപ്പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? ആ എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ? എന്ത് കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത്? നോക്കി നിൽക്കാതെ ജയപാല കൈക്കോട്ടെടുത്ത് കൊടുക്കണേ. നേതാവേ വേണ്ട, വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട. ചാനലുകാരൊക്കെ നോക്കി നിൽക്കുക. ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. അതെ, ഒഴിച്ചിൽ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരം ആകെ ഇളമിച്ചിരിക്കുക. അത് സാരമില്ല സഖാവേ. വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ഓക്കെ ജയപാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടുക്കട. കൈക്കോട്ടെ കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ കിളച്ചോളൂ. എല്ലാവർക്കും നന്ദി കേട്ടോ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്താ ക്ഷീണിച്ചോ?